ഹായ് എവ്രി വൺ, വെൽക്കം ടു എൻചാൻറ്റിങ് ജേർണി. സെൽഫ് ലവിനെ പറ്റി ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നോർത്തു ഇന്നൊരു സെൽഫ് പ്രേസിങ് വീഡിയോ ചെയ്താലോ എന്ന്. അത് നല്ലതാണ് കേട്ടോ, നമ്മൾ സ്വയം കുറേയൊക്കെ പുകഴ്ത്തുന്നത്, പ്രത്യേകിച്ചും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മുടെ സെൽഫിന് ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് വരും. സെൽഫ് ഭയങ്കരമായിട്ട് ഹീലാവും. അതിനത് ഒത്തിരി സ്നേഹിക്കപ്പെട്ടതായും അംഗീകരിക്കപ്പെട്ടതായും ഒക്കെ തോന്നും. അത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് നല്ലതാണ്. അങ്ങനെ സ്വയം നമ്മൾ പുകഴ്ത്തി നാലാളുടെ മുന്നിൽ വെച്ച് നമ്മളെ പുകഴ്ത്തി ഒന്ന് അങ്ങനെ സംസാരിക്കുന്നത്. ഹീലിംഗ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മിക്കവാറും എല്ലാവരും ഒരുവിധം ദുരനുഭവങ്ങൾ കൂടിയൊക്കെ തന്നെ കടന്നു പോയിട്ടുള്ളവരാണ്, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കേറ്റ ആ മുറിവുകളുടെ ആഴത്തിനനുസരിച്ചുള്ള ഹീലിംഗ് നമുക്ക് പറ്റുന്ന പോലെയെല്ലാം ജീവിത അവസാനം വരെയും നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പല രീതിയിലും സ്വയം അങ്ങനെ പാമ്പർ ചെയ്ത് ഒരുപാട് സ്വയം സ്നേഹിച്ച് കഴിവതും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തും അങ്ങനെ ആ സെൽഫ് ലവിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റു വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ രീതിയിൽ സ്വന്തത്തെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവിക്കുക. ഓക്കെ, ഞാൻ ഇനി എന്നെ ഒന്ന് കുറച്ച് പുകഴ്ത്തി പറയാം. അങ്ങനെ നമ്മളെ സ്വയം പുകഴ്ത്തുമ്പോൾ നമ്മുടെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ അറിയുവാണ്, അത് ഓർത്ത് പുളകം കൊള്ളുവാണ്. അത് നമ്മുടെ സെൽഫിന് ഒത്തിരി നല്ലതാണ്. എത്രത്തോളം ഗുണങ്ങൾ, എത്രത്തോളം നന്മ നമ്മിലുണ്ടെന്നൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കും. അത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ ഒത്തിരി നല്ല രീതിയിൽ അത് സ്വാധീനിക്കും. ചെറിയ കാര്യങ്ങളിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എന്നും വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ എനിക്ക് കഴിയുമായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതും. ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയൊക്കെ അറിയുന്നതിന് മുമ്പും ഞാൻ നാച്ചുറലി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നീട് LOA പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എൻ്റെ ചിന്തകളെന്നും. ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടുന്ന സന്തോഷമാണ്. അതുപോലെ ഒരു കിളിയെ കാണുന്നതും ഒരു ഇളങ്കാറ്റ് കൊള്ളുന്നതും ഒരു മഴവില്ല് കാണുന്നതും അതൊക്കെ എനിക്ക് എൻ്റെ സ്വർഗങ്ങളാണ്. അതുപോലെ എനിക്ക് ഒത്തിരി കൂട്ടുകൂടി അങ്ങനെ കറങ്ങി നടക്കണമെന്നോ അങ്ങനൊന്നുമില്ല. പിന്നെയും ഈയിടെയായിട്ടാണ് എൻ്റെ ഫാമിലി എന്നെ വലിച്ചുകൊണ്ട് പുറത്തുപോയി അങ്ങനെ ശീലിപ്പിച്ചപ്പോഴാണ് എനിക്ക് അതിനോടൊക്കെ കുറേയൊക്കെ ഇഷ്ടം വന്നത് തന്നെ. ഒരു ഗ്ലാസ് ചായയും ഒരു ബുക്കും ഉണ്ടെങ്കിൽ ഞാൻ എന്നും ഹാപ്പിയായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ പൊട്ടിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരുപാട് ഇഷ്ടം തോന്നാറുണ്ട്. ഒരു പൊട്ടത്തമാശ കേട്ടാലും കുഞ്ഞുങ്ങളെ പോലെ പൊട്ടിച്ചിരിക്കുന്നത്, അതൊക്കെയല്ലേ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. എനിക്കുള്ളതിൽ ഞാൻ എന്നും തൃപ്തയാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമായിരിക്കും. ഈ ഭൂമിയിൽ എപ്പോഴും നമ്മുടെ മനസ്സ് സന്തോഷത്തിലാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് മോക്ഷമായി എന്നാണ് അർത്ഥം. ചുറ്റുമുള്ള 1000 അനുഗ്രഹങ്ങളും കണ്ണിൽ പെടുത്താതെ ഇല്ലായ്മയിലേക്കും വല്ലായ്മയിലേക്കും മാത്രം ശ്രദ്ധിക്കുന്നത് ശരിയല്ല. ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ചിരിക്കാതെ നമുക്കുള്ള ഓരോ കുഞ്ഞു കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ നോക്കണം. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും. അത് ഒരു ഗ്ലാസ് ചായ ആണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും നന്ദിയോടെ അത് ആസ്വദിച്ച് കുടിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയും. നമ്മുടെ ലൈഫ്
അടിമുടി സ്വിച്ചിട്ട പോലെ മാറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഉടനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, സ്വയം പുകഴ്ത്തി എന്നെപ്പറ്റി. അതുപോലെ ചെയ്താൽ വളരെ അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്കും അങ്ങനെ പറയാം. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ. അതിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ പുകഴ്ത്തി സ്വയം സുഖിപ്പിച്ച് അങ്ങനെ സംസാരിക്കാം. അതിലൂടെ നമ്മുടെ ഇന്നർ സെൽഫ് ഒരുപാട് ഹാപ്പി ആവും. അതിന് നമ്മളോട് ഒരുപാട് ഇഷ്ടം കൂടും. നമ്മളെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? അതുപോലെ ശരിക്കും നമ്മൾ തന്നെ വേറൊരു വ്യക്തിയായി കണ്ടിട്ട് അത്രയും നന്നായിട്ട് പുകഴ്ത്തി പറയുക. ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് മനസ്സ് നന്നായിട്ട് മുറിവേറ്റിട്ടുള്ള ആൾക്കാർക്കാണ്. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് താഴെ വന്ന് കമൻ്റ് ഇടണം. റിസൾട്ട് വളരെ ഇൻസ്റ്റൻ്റ് ആണ്. തൊട്ടടുത്ത നിമിഷം തന്നെ റിസൾട്ട് വരും. റിസൾട്ട് വരുന്നത് വേറെങ്ങുമല്ല, നമ്മുടെ മുഖത്ത് തന്നെ ആയിരിക്കും. നമ്മൾ ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ അയാളുടെ മുഖം പെട്ടെന്ന് തുടുക്കത്തില്ലേ? അതുപോലെ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളവിടെ നോ പറയണം. നമ്മുടെ അടുത്ത ഒരു ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്താൽ നമ്മളത് കേട്ടുകൊണ്ട് നിൽക്കത്തില്ലല്ലോ. അതേപോലെ അറ്റ്ലീസ്റ്റ് നമ്മളവിടെ നിന്നും മാറുമെങ്കിലും ചെയ്യണം. അതേപോലെ നമുക്കൊരു നേട്ടം ഉണ്ടാവുമ്പോൾ ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി പറയുന്നു, അപ്പോൾ ഒരിക്കലും നമ്മൾ പറയരുത്, ഓ ഞാൻ അത്രയ്ക്കൊന്നും അതിനു മാത്രം ഒന്നും ചെയ്തിട്ടില്ല, അതേതോ ഭാഗ്യത്തിന് അങ്ങനെയൊക്കെ നടന്നതാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് സ്വയം താഴ്ത്തരുത്. നമുക്ക് ആദ്യം അവരോട് താങ്ക് യു പറയാം. എന്നിട്ട് പറയാം, ഞാനത് എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടാണ് ചെയ്തത്, അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി, അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെയൊക്കെ വളരെ കോൺഫിഡൻ്റായി തന്നെയാണ് നമ്മൾ ആ റിപ്ലൈ പറയേണ്ടത്. സെൽഫ് റെസ്പെക്റ്റോട് കൂടെയുള്ള ഒരു റിപ്ലൈ ആണ്. ആ അവസരത്തിൽ അങ്ങനെയാണത് പറയേണ്ടത്. മുമ്പൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തോന്നിയാൽ എൻ്റെ ഹസ്ബൻഡ് ഒന്നുകൂടെ എന്നോട് ചോദിക്കുമായിരുന്നു, അത് വേണോ, അത്യാവശ്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മറുപടി മാറുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പറയും, ഓ വേണ്ട എന്ന് പറയുമായിരുന്നു. പക്ഷെ സെൽഫ് ലവിനെ പറ്റി മനസ്സിലാക്കിയ ശേഷം ഞാൻ പറയും, വേണം, എനിക്കത് വേണം എന്ന് തന്നെ പറയും. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എൻ്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. സെൽഫ് ലവ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.